നമസ്കാരം. ജീവിതത്തിലെ ഒരു പച്ചയായ സത്യം. പൈസ വരും, പോകും. സ്വത്ത് വരും, പോകും. കഷ്ടപ്പാട് വരും, പോകും. പക്ഷെ വയറ് വരും, പോകില്ല. മുടി പോകും, വരില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജാണിത്. ആരെയും കൗതുകപ്പെടുത്തുന്ന, ആരെയും ചിരിപ്പിക്കുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ കൂടി ഒരുപാട് ചിന്തിക്കാനുണ്ട് ഇതിൽ. പ്രത്യേകിച്ച് അവസാനത്തെ രണ്ട് വരികൾ. പക്ഷെ വയറ് വരും, പോകില്ല. മുടി പോകും, വരില്ല. മുടിയുടെ കാര്യം എനിക്കാണ് ബാധകം. നിങ്ങളിൽ പലർക്കും പക്ഷെ ആ പറഞ്ഞ വയറിൻ്റെ കാര്യമായിരിക്കും ബാധകം. വയറ് വന്നിട്ട് അതെങ്ങനെയെങ്കിലും കളയാൻ വേണ്ടി ഓരോ കലാപരിപാടികൾ, ഓരോ കസർത്തുകളൊക്കെ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്ഥിരം കാണാറുണ്ട് അല്ലേ? അതിന് വേണ്ടി കുറെ കാശും കളയും. കസർത്തും കാശും ചേർന്ന് കഴിയുമ്പോൾ വയറ് കുറയും. വയറ് കുറയില്ല, പോക്കറ്റിന്റെ കനം മാത്രമേ കുറയുള്ളൂ. വയറ് കുറയില്ല. കൂടെ വയർ കാറ്റ് പോയ ബലൂൺ പോലെയാകും. ഈ അദ്ഭുത ചായ കുടിക്കൂ. ഈ ഇന്ത്യ ടുഡേയുടെ മലയാളം ചാനലിൽ വന്ന ഒരു പരസ്യമല്ല, ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ. കണ്ടിട്ട് അതിശയിച്ചു പോയി. എന്നാൽ അതായത് അതിൽ പറഞ്ഞു വരുന്നത് കറുവപ്പട്ട ചേർത്ത ചായ കുടിച്ചാൽ, അത് സിനമൺ ടീ കുടിച്ചാൽ നിങ്ങളുടെ വയറ് കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ കുറയുമെന്നാണ്. ശുദ്ധ അസംബന്ധം. ക്ഷമിക്കണം, ഇതാരാണോ ഇട്ട ഈ വ്യക്തിക്ക് സിനമൺ ടീയെ കുറിച്ചൊന്നും അറിയില്ല, വയറ് ചാടുന്നതിനെ കുറിച്ച് പിന്നെ ഒട്ടും തന്നെ അറിയില്ല. എന്താണ് അമിത വയറിന് കാരണം, അല്ലെങ്കിൽ ഈ കൊടവയർ എന്ന് പറയുന്ന പ്രശ്നത്തിന് കാരണം എന്ന് ഒരു എത്തും പിടിയില്ലാത്ത വ്യക്തികളാണ് ഇത് എഴുതിയിരിക്കുന്നത്. തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകളാണ് ഇതൊക്കെ. നിങ്ങൾ കറുവപ്പട്ട ചായ കുടിച്ചുകൊണ്ടോ ഡെയിലി 1 കിലോ വീതം കറുവപ്പട്ട കഴിച്ചത് കൊണ്ടോ ഒന്നും നിങ്ങളുടെ വയറ് കുറയാൻ പോകുന്നില്ല. എന്തിന്? ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും പലരോടും പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ്ട് 10-15 വർഷമായിട്ട് ഞാനിവിടെ നടക്കുന്ന പലരെ ആൾക്കാരും, അതായത് പ്രഭാത നടത്തം, മോർണിംഗ് വാക്കിന് പോകുന്ന ഒരുപാട് പേര് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ കാണാറുണ്ട്. 15 വർഷം മുമ്പുണ്ടായിരുന്ന അതേ കൊടവയർ തന്നെയാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. വണ്ണം ലേശം കുറഞ്ഞിട്ടുണ്ടാവും, ഏതാനും കിലോസ് കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ വയറ് കുറഞ്ഞിട്ടില്ല. ദിവസേന 10-15 കിലോമീറ്റർ നടക്കുന്നവരാണ് ഇവര്. ഇവിടെ എറണാകുളത്ത് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് ചുറ്റും 10 റൗണ്ട്, 12 റൗണ്ട്, 15 റൗണ്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് വണ്ണം കുറയാറുണ്ട്. ഇവരെ പ്രമേഹം ഒരു പരിധിയിൽ നിയന്ത്രിച്ച് നിർത്താനും ചിലർക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ഇവരെ ആദ്യം വയറ് അത് കാരണം മാത്രം കുറഞ്ഞതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല. എന്നാൽ ന്യൂസ് പറയും. ഇതുപോലത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളിലൂടെ ഈ കറുവപ്പട്ട ചായ കുടിച്ചാൽ കുടവയർ കാറ്റുപോയ ബലൂൺ പോലെയാവും. ഇമ്പോസിബിൾ. ഞാൻ ചലഞ്ച് ചെയ്യുക, ഈ ന്യൂസ് ആർട്ടിക്കിളിന്റെ ബേസിസിൽ ഇത് എഴുതിയ ആൾ ആരായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും, ഒരു കേസ് നിങ്ങളൊന്ന് തെളിയിച്ചു തരൂ. കറുവപ്പട്ട ചായ കുടിച്ചുകൊണ്ട് മാത്രം കുടവയർ കുറഞ്ഞു എന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാമോ എനിക്ക്? ഓക്കെ, നിങ്ങൾ പറയണ കാര്യം ഞാൻ ചെയ്തോളാം. കാശിൻ്റെ ഒന്നും ഞാനിവിടെ വാഗ്ദാനം തരുന്നില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ കൂടുതൽ കാശൊന്നുമില്ല. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ ഫാഡ് ഡയറ്റ്സ് എന്ന് വെച്ചാൽ കുടവയറ് കുറയ്ക്കാനുള്ള ഒരുപാട് ഭക്ഷണ ക്രമീകരണങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഭക്ഷണ ക്രമീകരണം വയറ് കുറയാൻ കാരണമാവുമെങ്കിൽ വളരെ 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 അപൂർവമായിട്ടേ അതുള്ളൂ. അതിലൊരു സർവ്വസാധാരണമായിട്ട് ഞാൻ കാണാറുള്ള ഒന്ന് പാല് ഉപേക്ഷിക്കുക. ഇന്നലെയും കൂടി എന്നെ കാണാൻ വന്ന 1-2 വ്യക്തികൾ എന്നോട് അവരുടെ ജീവിതാനുഭവം പങ്കുവെച്ചതാണ്. അവരെ വയറ് കുറയാനും കാരണമായത് പാല് നിർത്തി. അവർ ജീവിതത്തിൽ നിന്ന് പാല് എന്ന് പറഞ്ഞ സാധനം അവർ മാറ്റി. അപ്പോൾ ഇതിൽ ക്ഷീര കർഷകരുണ്ടാവാം, പാല് വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാവാം, അല്ലേ, പലരും ഉണ്ടാവാം. അവരോട് എനിക്കൊരു വൈരാഗ്യവും വെറുപ്പൊന്നുമില്ല. ഞാൻ പാലിന് വിരുദ്ധനൊന്നുമല്ല. പക്ഷെ വയറ് കുറയാനും അതുപോലെ ഫാറ്റി ലിവർ കുറയാനും ആബ്ഡോമിനൽ ഒബേസിറ്റി പോലെ ബ്ലോട്ടിങ്, ഒരുപാട് കാരണങ്ങൾക്ക് പാലും ഈവൻ ഗോതമ്പും, പലപ്പോഴും പാലിൽ അടങ്ങിയിട്ടുള്ള ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരിൽ പലരിലും ഗ്ലൂട്ടൻ ഇൻടോളറൻസും കാണാറുണ്ട്. ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ
ഗോതമ്പിൽ അടങ്ങിയിട്ടില്ല, ഗോതമ്പ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗറാണ്, ഒരു കാർബാണ്. എന്നാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് സ്വീകാര്യമല്ലാത്ത ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. അത് നമ്മുടെ അച്ഛനമ്മമാര് പറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് പാല് കുടിക്കണം, പാല് പോലെ വെളുത്തു വരും, പാല് പോലെ സുന്ദരനാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ കേട്ടാണ് നമ്മുടെ എന്തോ ചിന്തയുണ്ട്, പാലെന്ന് പറഞ്ഞാൽ ഭയങ്കര അമൃതാണെന്ന്. ഇക്കാലത്ത് കിട്ടുന്ന മിക്കവാറും വിപണിയിൽ കിട്ടുന്ന മിക്കവാറും പാല് ചവറാണ്, യഥാർത്ഥ പാലേ അല്ല. പിന്നെ ചിലർ ചോദിക്കും, പശുവിൻ പാലല്ലേ കുഴപ്പം, എരുമപ്പാല് കുടിച്ചാലോ, ഒട്ടകപ്പാല് കുടിച്ചാലോ? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമ്മൾ പാലിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടി വരും. ഐ എം നോട്ട് കമ്മിങ്, ഐ വോണ്ട് ഗോ ഇൻ ടു ദാറ്റ് ആസ്പെക്ട്. ഇവിടെ പറയുന്നത് പാലും അതുപോലെ ഗോതമ്പിന്റെ ഇനത്തിൽ പെടുന്ന പലരും, പല വ്യക്തികളിലും ഏതാണ്ട് 70%, നൗ പ്ലീസ് പേ അറ്റൻഷൻ ടു ദിസ്, ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ, ഒന്ന് വേണമെങ്കിൽ റിവൈൻഡ് അടിച്ച് കേട്ടുള്ളൂ. ജനസംഖ്യയുടെ ഏതാണ്ട് 70% ആൾക്കാർക്ക് ലാക്ടോസ് ആൻഡ് ഓർ ഗ്ലൂറ്റൻ ഇൻടോളറൻസ് ഉണ്ട്. അറിയാവോ? നമ്മുടെ രാജ്യത്ത് 150 കോടി ജനങ്ങളുണ്ട്. ഈ 150 കോടി ജനങ്ങളിൽ ഏതാണ്ട് 120 കോടി ആൾക്കാർക്കും ലാക്ടോസ് ഓർ ഗ്ലൂറ്റൻ ഇൻടോളറൻസ് ഉണ്ട്. എന്നാൽ ഈ എൻ്റെ കണക്കൂട്ടൽ പ്രകാരം ഈ 150 കോടിയിൽ 150 കോടിയും ഇതിലേതെങ്കിലും ഒന്ന് കഴിക്കും. എന്നിട്ട് ഈ പറയുന്ന ബ്ലോട്ടിങ്, ആബ്ഡോമിനൽ ഒബേസിറ്റി, വയറിന് ചുറ്റും കൊഴുപ്പടിയ, എക്സസൈസ് ചെയ്താലും കുറയുന്നില്ല. ഞാൻ പട്ടിണി കിടക്കാറുണ്ട് എന്നിട്ടും കുറയുന്നില്ല. ഞാൻ ജിമ്മിൽ എല്ലാ മാസവും 16,000 റുപ്യ ഫീസ് അടയ്ക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ വയറ് കുറയുന്നില്ല. ഞാൻ സ്റ്റേഡിയത്തിന് 15 റൗണ്ട് ഡെയിലി നടക്കുന്നുണ്ട്, ഇത്ര സൈക്ലിങ് ചെയ്യുന്നുണ്ട്, എൻ്റെ വയറ് കുറയുന്നില്ല. കുറയില്ല. ഞാൻ പലതരത്തിലുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. കറുവപ്പട്ട ചായ കഴിച്ചു, വേറെ മെഡിക്കേറ്റഡ് ആമസോണിൽ വരുത്തി ഞാൻ ഒരുപാട് അതിൻ്റെ മരുന്നുകളും പൗഡേഴ്സും സപ്ലിമെന്റ്സും ഇതെല്ലാം കഴിച്ചു. വയറ് കുറയില്ല. ആകെ കുറയാൻ പോകുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാത്രം, വയറ് കുറയില്ല. വയറ് കുറയ്ക്കാൻ ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥം എന്നാണ് പറഞ്ഞേട്ടാ. പട്ടിണി കിടക്കാനല്ല പറഞ്ഞത്, ഭക്ഷണമെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞേ. ശരീരത്തിന് അനുയോജ്യമല്ലാത്ത, ശരീരത്തിന് സ്വീകാര്യമല്ലാത്ത, വാട്ട് ഡസൻറ്റ് എഗ്രി വിത്ത് യുവർ സിസ്റ്റം, അതിനെ തിരിച്ചറിയുക, ഒഴിവാക്കുക. ഞാൻ പാൽ ഒഴിവാക്കിയ ആള്, എനിക്കറിയാവുന്ന ഒരുപാട് പേര് പാൽ ഒഴിവാക്കിയിട്ട്. ഇന്നാള് ഞാൻ പറഞ്ഞില്ലേ, എന്നെ കാണാൻ വന്ന 2 വളരെ സ്ലിം ആണ്, വയറൊക്കെ നല്ല ഒട്ടിയ വയറൊക്കെ ആയിട്ട്. ഞാൻ അങ്ങേരോട് സംസാരിച്ചപ്പോൾ അങ്ങേരും പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങേരെ ഇപ്പം തന്നെ ചാടിക്കയറി കൈ തന്നു. ഞാനും അത് തന്നെ ചെയ്ത ആളാണ്. പാൽ ഒഴിവാക്കിയപ്പോഴേക്കും എനിക്കും എൻ്റെ ഗുണം കിട്ടി. ചിലർക്ക് ഗോതമ്പ് ഒഴിവാക്കി കഴിയുമ്പോൾ ഒരുപാട് ഗുണം കിട്ടാറുണ്ട്. സോ ദാറ്റ് ഈസ് 1 പോയിന്റ്. പോയിന്റ് നമ്പർ 2, വയറ് കുറയ്ക്കാൻ. ഇതൊന്നുമല്ല കേട്ടോ, കറുവപ്പട്ട ചായ ഒന്നുമല്ല, ഫ്ലോർ എക്സസൈസ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഫ്ലോർ എക്സസൈസ് ഈസ് ദ ഓൺലി ഷുവർ ഷോർട്ട് വേ. അപ്പോൾ ഡയറ്റിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഭക്ഷണ പദാർത്ഥം മാത്രം കഴിക്കുക, അനുയോജ്യമല്ലാത്ത ഒഴിവാക്കുക. പിന്നീട് ഈ പറഞ്ഞ പോലെ ഫ്ലോർ എക്സസൈസ്. പിന്നെ ബ്ലോട്ടിങ്ങിന് കാരണമാവുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട്. എന്താണെന്ന് അറിയാവോ? പാനീയങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സോഡ കുടിച്ച് വയറിങ്ങനെ വീർത്ത് വരുന്നതിൻ്റെ ചിലവർക്കത് വളരെ സുഖകരമായ ഒരു അനുഭൂതിയാണ്. എന്നിട്ട് എന്ന് പറഞ്ഞിങ്ങനെ ഏമ്പക്കം വിടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ഈ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്? നിങ്ങൾ ആദ്യം ഈ കാർബൺ ഡയോക്സൈഡ് ഹൈ പ്രഷറിൽ, നോർമലി കാർബൺ ഡയോക്സൈഡ് വിൽ നോട്ട് മിക്സ് വിത്ത് വാട്ടർ. ഹൈ പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനൊരു സ്റ്റോപ്പർ വെച്ച് മൂടും. ആ സ്റ്റോപ്പർ മൂടുമ്പോൾ ഇറ്റ് ഹാസ് ടു കം ബാക്ക് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ആ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരും. ആ ബബിൾസിനെയാണ് നമ്മൾ അകത്താക്കുന്നത് വെള്ളത്തോടൊപ്പം. ആ ബബിൾസ് തന്നെ നമ്മൾ പുറത്തേക്ക് വരുന്നു. ഇത്രേ ഉള്ളൂ സംഭവം, അല്ലാണ്ട് വേറെ ഒന്നും തന്നെ നടക്കുന്നില്ല അവിടെ. ഇതെന്തോ മഹാസംഭവമാണെന്ന് കരുതിയാണ് ഇവന്മാരൊക്കെ ഈ സോഡയും ഈ പറയുന്ന കാർബണേറ്റഡ് ബിവറേജസ് എന്ന് പറയും, ഗ്യാസ് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കുറിച്ച് നീട്ടി ഏമ്പക്കം വിട്ട് കഴിയുമ്പോൾ ഇവർ കരുതുന്ന അതെ എൻ്റെ ഫാറ്റൊക്കെ പോയി. കാരണം എന്താ?
ഇത്രയും ഗ്യാസ്, നിങ്ങൾ ആദ്യം ഗ്യാസ് ഉള്ളിലേക്ക് ഇറക്കുന്നു, ആ ഗ്യാസ് തന്നെ പുറത്തേക്ക് വരുന്നു, എന്നിട്ട് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ വയറ് കുറയുന്നു എന്ന്. റോങ്. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സോഡ ഒഴികെയുള്ള ഈ പറയുന്ന പാനീയങ്ങളിലൊക്കെ ആഡഡ് ഷുഗർ ഒരുപാടുണ്ട്. ഈ ആഡഡ് ഷുഗർ നേരെ പോയിട്ട് അടിയുന്ന എങ്ങോട്ടാ? ആദ്യം ഇറ്റ് വിൽ സ്പൈക്ക് യുവർ ബ്ലഡ് ഷുഗർ ലെവൽസ് ആണല്ലോ. നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? ആർക്കും ഒരു പ്രയോജനവും ഇല്ലാണ്ട് അത് ഇവിടെ അവിടെ അലിഞ്ഞു തിരിഞ്ഞതിന് പകരം പലപ്പോഴും ലിവറിൽ പോയി അടിഞ്ഞുകൂടും. എന്ത് സംഭവിക്കും? ഫാറ്റി ലിവറായി. ലിവറിനപ്പോൾ റെസിസ്റ്റൻസ് വന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി. അവിടെ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുക, ലിവറിന് ഇൻസുലിൻ റെസിസ്റ്റൻസും ആണ്. ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. ആദ്യം കുറെ ഉണ്ടാക്കി വിടും, പിന്നെ അതിന് പറ്റൂല. എന്ത് സംഭവിക്കും? ഡയബറ്റീസ് ആയി. ആണോ? പക്ഷെ അതിന് മുമ്പ് ഒരു ഘട്ടമുണ്ട്, ഈ പറയുന്ന ഫാറ്റ് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ ചോദിച്ചു വാങ്ങിച്ച പണിയല്ലത്. ഏത്? ഈ പറയുന്ന പാനീയങ്ങൾ. അതിൽ ബിയറും പെടും കേട്ടോ. ബിയർ ബെല്ലി എന്നാണ് അതിൻ്റെ പേര് തന്നെ, അറിയാമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ബിയർ ബെല്ലി വരുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു. ഇനിയിപ്പോൾ ചിലർ പറയും പയറ് പരിപ്പ് കഴിച്ചാൽ വയറ് ചാടുന്നു. റോങ്. പയറ് പരിപ്പ് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ വയറ് ചാടില്ല. എന്നാൽ പയറ് പരിപ്പ് പോലെയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലരുടെ ശരീരവുമായിട്ട് പൊരുത്തപ്പെടില്ല, അതുകൊണ്ട് ഗ്യാസ് വരാൻ സാധ്യതയുണ്ട്. ഗ്യാസിന്റെ കംപ്ലൈന്റ് ചിലർക്ക് വരാറുണ്ട്. അത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ശരീരമായിട്ട് ഇത് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ മിനിമൈസ് ഇറ്റ് ഓർ അവോയ്ഡ് ഇറ്റ്, അത്രേ ഉള്ളൂ. ക്ലിയർ? പിന്നെ വേറെ സ്ട്രെസ്. സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ് വയറ് ചാടാൻ. പലർക്കും ആ ഒരു ലിങ്ക് പലപ്പോഴും അറിയില്ല. ഇൻഫാക്ട് സ്ട്രെസ് എങ്ങനെ പ്രമേഹത്തിന് കാരണമാവുന്നു എന്നുള്ളത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സ്ട്രെസ് പല രോഗങ്ങൾക്കും കാരണം, ഈവൻ ഫാറ്റി ലിവറിന് കാരണമാണ് സ്ട്രെസ്. എന്ന് വെച്ചാൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടെൻഷനായി ആവണമെന്നില്ല. ഈവൻ ഉറക്കം നിൽക്കുന്നത് സ്ട്രെസ്ഫുള്ളാണ്. ഇപ്പം IT ഇൻഡസ്ട്രിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അവർ ഈ ഗ്രേവ് യാർഡ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പകൽ കിടന്നുറങ്ങും, രാത്രി ഇരുന്ന് വർക്ക് ചെയ്യും. ദാറ്റ് കോസസ് സ്ട്രെസ്. ഇല്ല എന്ന് എത്ര പറഞ്ഞാലും ശരി, ഇറ്റ് ക്യാൻ കോസ് ചേഞ്ചസ് ഇൻ ദ ലിവർ ആൻഡ് ആബ്ഡമനൽ ഒബേസിറ്റി, കുടവയർ. അത് നിങ്ങളുടെ ഈ പറയുന്ന കറുവപ്പട്ട ചേർത്ത് ചായ കുടിച്ചാലൊന്നും പോകാൻ പോകുന്നില്ല. ഇൻഫാക്ട് കറുവപ്പട്ട എന്ന് പറയുന്ന ഇവിടെ വിൽക്കുന്നത് യഥാർത്ഥ കറുവപ്പട്ട എല്ലാന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കാഷ്യ എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ സിനമൺ എന്നുള്ള പേരിൽ വിൽക്കപ്പെടുന്നത്. ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന 99% സിനമൺ അല്ല, അതായത് കറുവപ്പട്ട അല്ല, കാഷ്യയാണ്. കാഷ്യ കുഴപ്പക്കാരനാണോ? അല്ല. ലോകത്തെമ്പാടും വിൽപ്പനയ്ക്ക് നിയമപ്രകാരം അനുവാദമുള്ള ഒരു സാധനമാണ് കാഷ്യ. ബട്ട് ഇറ്റ് ഇസ് മച്ച് ചീപ്പർ ദൻ സിനമൺ ആൻഡ് ഡസൻറ്റ് ഹാവ് ദ മെഡിസിനൽ വാല്യൂ. അതായത് യഥാർത്ഥ കറുവപ്പട്ടയുടെ ഔഷധ ഗുണങ്ങളില്ലാത്ത ഒരു സാധനമാണ് കാഷ്യ. കാഷ്യ നിയമവിരുദ്ധമൊന്നുമല്ല. അങ്ങനെ എൻ്റെ അറിവിൽ അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടിടത്തോളം അങ്ങനെ വലിയ അപകടകാരിയുമല്ല. എന്നാൽ യഥാർത്ഥ കറുവപ്പട്ട കഴിച്ചവർക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. ഇനിയിപ്പോൾ യഥാർത്ഥ കറുവപ്പട്ട തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കാരണം നിങ്ങളുടെ കുടവയറൊന്നും കുറയാൻ പോകുന്നില്ല. അതുപോലെ അത് കാരണം ഇത്തരത്തിലുള്ള അസത്യങ്ങൾ വിശ്വസിക്കരുത്. കുടവയറ് കാറ്റുപോയ ബലൂൺ പോലെ ആവും ഈ അത്ഭുത ചായ എന്നൊക്കെ പറഞ്ഞാൽ. ഒരു അത്ഭുതവും ഇല്ല അതിൽ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. എല്ലെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദയവായി കോൺടാക്ട് us. ഈവൺ അതർവൈസ് ഡു കമൻറ്റ് ആൻഡ് ഡു ഷെയർ. ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. We would love to get some of your likes and subscribes. Thanks for watching. Bye bye.